നമുക്ക് ചുറ്റും നിരവധി തുണിത്തരങ്ങൾ ലഭ്യമാണെങ്കിലും വിശേഷ ദിവസങ്ങളിൽ താരമാകുന്നത് പട്ടുവസ്ത്രങ്ങളാണ് അല്ലേ. ആയിരക്കണക്കിന് പട്ടുനൂൽ പുഴുക്കളെ കൊന്നുകൊണ്ടാണ് ഒരു സാരി നിർമ്മിക്കുന്നത്. പട്ടുനൂൽ പുഴു അതിൻ്റെ കൊക്കോൺ ഉണ്ടാക്കാനായിട്ട് ശ്രവിക്കുന്ന ദ്രവം കട്ടിയായിട്ട് ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന പട്ടുനൂൽ എന്ന് പറയുന്നത്. ഒരു സാരി നിർമ്മാണത്തിന് വലിയ പ്രയത്നം ഉള്ളത് കൊണ്ടാണ് പട്ടുവസ്ത്രങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നതും. പട്ടുനൂൽ പുഴുവിൽ നിന്നും ഉണ്ടാക്കുന്ന പട്ടിനെ നോൺ വെജിറ്റേറിയൻ പട്ട് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ പട്ട് എന്താണ്, ആർക്കെങ്കിലും അറിയോ? എന്ന് പിന്നെ ഞാൻ ഇങ്ങ് പറഞ്ഞു തരാം. താമര ഇലകളുടെ തണ്ടിൽ നിന്ന് ലഭിക്കുന്ന നൂല് കൊണ്ട് നിർമ്മിക്കുന്നതാണ് വെജിറ്റേറിയൻ പട്ട് എന്ന് പറയുന്നത്. താമര നൂല് 40% സെല്ലുലോസും ബാക്കി ഹെമി സെല്ലുലോസും സസ്യകാഠിന്യ വസ്തുവായ ലിഗ്നിനുമാണ്. പ്രോട്ടീൻ ഇല്ല. താമര തണ്ടുകൾ പൊട്ടിച്ച് വലിക്കുമ്പോൾ പൊട്ടിച്ച അഗ്രങ്ങളിൽ നിന്നും നീണ്ടുവരുന്ന നേർത്ത നൂലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തില് വളരെ നേർത്ത ഈ നൂലുകളെയാണ് താമര നൂലുകൾ എന്ന് വിളിക്കുന്നത്. ഈ നേർത്ത നൂലുകളെ കൂട്ടിച്ചേർത്ത് പിരിച്ചെടുത്തുണ്ടാക്കുന്ന അല്പം കട്ടേറിയ നൂലുകളാണ് പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു തുണി നെയ്ത്തുകാരന് ആവശ്യമായിട്ടുള്ള നൂലുണ്ടാക്കാനായിട്ട് ഏകദേശം 25 പേരാണ് വേണ്ടി വരുന്നത്. താമരപ്പട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഠിനാധ്വാനവും സമയവും ഏറെ ആവശ്യമാണ്. കേവലം 1 മീറ്റർ വേഗൻ പട്ടിന് 4000 രൂപയ്ക്ക് അടുത്താണ് വില. പ്രസിദ്ധ ഫാഷൻ ബ്രാൻഡ് ആയിട്ടുള്ള ലോറോ പിയാന ഈ വേഗൻ പട്ടുകൊണ്ടുള്ള ജാക്കറ്റ് $5600 വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അത് ഏകദേശം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരും. താമര തണ്ടിൽ നിന്ന് നിർമ്മിച്ച വസ്ത്രങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇത് താമര കൃഷിയിലും തുണി വ്യവസായത്തിലും പുതിയ സാധ്യതകൾ തുറന്നിട്ടുണ്ട്. വിയറ്റ്നാമിലും മ്യാൻമാറിലും കംബോഡിയയിലും മറ്റുമാണ് താമരയിൽ നിന്നുള്ള പട്ടു ഉൽപാദനം ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യയിലും മണിപ്പൂരിലും അടുത്ത കാലത്ത് ഒരു വിദ്യാർത്ഥി ആരംഭിച്ചിട്ടുണ്ട്. വിജയശാന്തി ടോങ്ബ്രാം എന്ന 27കാരിയാണ് ലോക്ടോക് തടാകത്തിൽ നിന്ന് ശേഖരിക്കുന്ന താമര തണ്ടുകളിൽ നിന്ന് പട്ടുനാരുകൾ ഉണ്ടാക്കുകയും ഈ നൂല് ഉപയോഗിച്ചുകൊണ്ട് ഷോളുകൾ, നെക്ക് ടൈകള്, മറ്റു വസ്ത്രങ്ങൾ നെയ്യുകയും ചെയ്യുന്നത്. 1900കളില് മ്യാൻമറിലെ ഇൻതാ ഗോത്രത്തിലെ സാ ഉ എന്ന യുവതിയാണ് താമര നൂല് ഉപയോഗിച്ചുള്ള വസ്ത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട്. താനുണ്ടാക്കിയ താമരപ്പട്ട് ഉറുമാൽ സമീപത്തുള്ള ഒരു ബുദ്ധമഠത്തിലെ സന്യാസിക്ക് അവർ നൽകി. ബുദ്ധ വിഗ്രഹങ്ങൾക്ക് ചാർത്താനായിട്ട് സമാനമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് അവർ തുടർന്നെങ്കിലും അവരുടെ ജീവിതകാല ശേഷം അത് നിന്നുപോയി. താമര ബുദ്ധമതത്തിലും ഏറെ ദിവ്യമായി കരുതുന്ന ഒരു പൂവാണ്. അടുത്ത കാലത്ത് അവരുടെ പിന്മുറക്കാര് താമരപ്പട്ട് നിർമ്മാണം പുനരാരംഭിച്ചിട്ടുമുണ്ട്. താമരപ്പട്ടിന് വിവിധ ഗുണങ്ങൾ ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതൊരു സെല്ലുലോസിക് നാരും ഏറ്റവും മികച്ച ജലപ്രതിരോധ ശേഷിയുള്ള നാരുകളിൽ ഒന്നുമാണ്. തണുപ്പുള്ളതും ഉറപ്പുള്ളതും വായുസഞ്ചാരമുള്ളതും ധരിക്കാനായിട്ട് സുഖകരവുമാണ്. ഒപ്പം തന്നെ നല്ല ഇലാസ്തികത ഇതിനുണ്ട്. ചുളിവുകൾ വീഴാത്ത നാരുകളാണിത്. അതുകൊണ്ട് ഈർപ്പം വലിച്ചെടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഈ നാരുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് അസാധാരണ ഗുണങ്ങളാണുള്ളത്. വിഷാംശമുള്ള രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ ഇത് പരിസ്ഥിതി സൗഹൃദ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഗ്യാസ്, പെട്രോൾ, വൈദ്യുതി, അധിക ജലം എന്നിവയുടെ ആവശ്യമില്ല. അതിനാൽ തന്നെ കാർബൺ ന്യൂട്രൽ ആണ്. പരമ്പരാഗത നെയ്ത്ത് ശാലകളിലാണല്ലോ ഈ തുണിത്തരങ്ങൾ നെയ്യുന്നത്. നെയ്ത്തിന്റെ സമയത്ത് താമര നാരുകൾ തണുപ്പിക്കേണ്ടതിനാൽ നൂലുകൾ ഇടയ്ക്കിടെ വെള്ളത്തിലിട്ട് നനയ്ക്കുന്നുണ്ട്. ഉണങ്ങി കട്ടിയായാലും പിന്നെ നെയ്യുമ്പോൾ ഒടിയും എന്നതിനാൽ നൂല് ഉണ്ടാക്കി താമസിയാതെ തന്നെ നെയ്ത്തിന് ഉപയോഗിക്കണമെന്നാണ്. അതിനാൽ തന്നെ നൂലുണ്ടാക്കൽ പ്രക്രിയ ഓരോ ദിവസവും ചെയ്യേണ്ടി വരും. ഒരു സ്കാർഫ് ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഏകദേശം 1,20,000 തണ്ടുകൾ വേണം എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. ഈ താമര സുലഭമാണെങ്കിലും താമര പട്ട് വിലയേറിയതാകുവാനുള്ള കാരണം എന്ന് പറയുന്നതും ഇതാണ്.